അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലിന്റെ വാർത്തയാണ്. 242 യാത്രക്കാരുണ്ടായിരുന്നവരിൽ ഒരാൾ രക്ഷപ്പെട്ടിരിക്കുന്നു. രമേശ് വിശ്വാസ് കുമാർ എന്ന യാത്രക്കാരനാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. 11A സീറ്റിൽ ഉണ്ടായിരുന്ന ഇയാളാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ആ ഒരു വിമാനത്തിൽ ഒരുമിച്ചുണ്ടായിരുന്ന 242 പേരിൽ 241 പേരും കൊല്ലപ്പെടുമ്പോൾ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു. വിമാനം തകർന്ന് തരിപ്പണമായി പോയിട്ടും വിമാനം ഒരു അഗ്നിഗോളമായി മാറിയിട്ടും അതിൽ നിന്ന് തെറിച്ചു വീണ ഒരാളാണ്. 11A സീറ്റിൽ ഇരുന്ന ആളാണ്. ഔദ്യോഗികമായ സ്ഥിരീകരണമാണോ? ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ടോ ഇക്കാര്യം? ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല, അദ്ദേഹം ജീവനോടെ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണമാണ് വന്നിട്ടുള്ളത്. മറ്റ് സ്ഥിരീകരണങ്ങളൊക്കെ ഇനി എന്തായാലും വരാനുണ്ട്. അയാളുടെ സീറ്റ് നമ്പർ അടക്കമുള്ള വിശദാംശങ്ങൾ വെച്ച് തന്നെയാണ് അത്തരം സ്ഥിരീകരണം വന്നിട്ടുള്ളത്. ഇനി ഔദ്യോഗികമായ സ്ഥിരീകരണം എന്തായാലും വരാനുണ്ട്. നേരത്തെയും രോഗികളെയൊക്കെ സംബന്ധിച്ച് മരണം സംബന്ധിച്ചുമൊക്കെ ഇത്തരം CNN ന്യൂസ് 18 ഇക്കാര്യം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം അഹമ്മദാബാദ് പോലീസ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇക്കാര്യം അഹമ്മദാബാദ് പോലീസിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണമാണ്. ഒരു യാത്രക്കാരൻ രക്ഷപ്പെട്ടു. അത്ഭുതകരമായുള്ള ഒരു രക്ഷപ്പെടലാണ് സംഭവിച്ചിരിക്കുന്നത്. കിരൺ, അതെ, നേരത്തെയും അഹമ്മദാബാദ് പോലീസാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ചത്. അതിനുശേഷം പിന്നീട് മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണമൊക്കെ വന്നത്. എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടു അല്ലേ? എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടു. പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ്. പൊള്ളലേറ്റിട്ടുണ്ട്, പരിക്കുണ്ടെങ്കിൽ പോലും ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കണം. ഒരു വിമാനം 800 അടിയോളം ഉയരത്തിൽ പോയ ഒരു വിമാനമാണ്. ആ വിമാനം തകർന്നു വീണ് ഒരു കെട്ടിടത്തിലേക്ക് വീണ് കെട്ടിടം ആകെ തകർന്നു പോകുന്ന അവസ്ഥ. വിമാനം ഒരു അഗ്നിഗോളമായി മാറുന്നു. പക്ഷേ എമർജൻസി എക്സിറ്റിലൂടെ ഒരു യാത്രക്കാരൻ മാത്രം തെറിച്ചു വീഴുന്നോ, തെറിച്ചു വീഴുകയാണോ, തെറിച്ചു പോവുകയാണോ, അതൊന്നും അറിയില്ല നമുക്ക്. എന്തായാലും ഇതിനിടയിൽ ഒരാൾ മാത്രം ഈ അപകടത്തിൽ നിന്ന്, തീയിൽ നിന്നൊക്കെ അകലത്തേക്ക് വീണ് പൊള്ളലും പരിക്കുമൊക്കെ ഉണ്ടെങ്കിലും അയാൾക്ക് ജീവൻ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് അത്ഭുതം എന്ന് പറയേണ്ടി വരും. ആ അപകടത്തിന്റെ വ്യാപ്തി പരിശോധിച്ച് നോക്കുമ്പോൾ ഒരാളുടെ പോലും ഒരു തരത്തിലും ജീവൻ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ലാത്ത ഒരു അപകടത്തിലാണ് ഒരാൾ അത്യന്തം അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നത്. രമേശ് വിശ്വാസ് കുമാർ എന്നാണ് പേര്. ആ മനുഷ്യൻ്റേത് ഈ മരണത്തിൽ നിന്നൊക്കെ മടങ്ങി വരിക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മരണത്തിന്റെ എല്ലാ മുനമ്പുകളും കടന്ന ഒരാൾ ജീവിതത്തിലേക്ക് മടങ്ങി വരിക എന്നൊക്കെ പറഞ്ഞാൽ അത്തരം ഒരു വലിയ അത്ഭുതമാണ് ഉണ്ടായിരിക്കുന്നത്. 11A എന്ന് പറയുന്ന സീറ്റ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് 11ാമത്തെ റോയിലായിരിക്കും ഏകദേശം ആ സീറ്റ് വരാൻ സാധ്യതയുള്ളത്. അത് വിമാനത്തിൻ്റെ ചിറകിനൊക്കെ മുന്നിലായിരിക്കും. ആ ഭാഗത്ത് മുൻവശത്തിൻ്റെ കുറേ ഭാഗം അടർന്ന് പിറകുവശവുമായി വിമാനം പോയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഒന്നുകിൽ വിമാനം അടർന്നു പോയപ്പോഴോ അല്ലെങ്കിൽ വിമാനത്തിൻ്റെ എക്സിറ്റ് ഡോറിൽ നിന്നോ എങ്ങനെയോ തെറിച്ചു പോവുകയോ അല്ലെങ്കിൽ എടുത്തു ചാടുകയോ, എന്തായാലും അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ശരിയാണ്, ഒരു വലിയ അത്ഭുതം തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ, ഈ വിമാനം തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ, ആ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ മുകളിലേക്ക് വിമാനം പതിക്കുന്ന ദൃശ്യങ്ങളും പെട്ടെന്ന് തന്നെ തീ പിടിക്കുന്ന ദൃശ്യങ്ങളും കാണുമ്പോൾ ഒരാൾക്ക് പോലും രക്ഷപ്പെടുവാനുള്ള അവസരമുണ്ട് എന്ന് തോന്നുകയില്ലായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം അഹമ്മദാബാദ് പോലീസ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. പൊള്ളലേറ്റിട്ടുണ്ട്. ഇക്കാര്യമാണ് അഹമ്മദാബാദ് പോലീസ് പറയുന്നത്. 1 സർവൈവർ റെസ്ക്യൂഡ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സർവൈവർ വാസ് ഓൺ സീറ്റ് നമ്പർ 11A എന്നും പറയുന്നുണ്ട് അഹമ്മദാബാദ് പോലീസ്. ആദ്യം അഹമ്മദാബാദ് പോലീസാണ് എത്ര പേർ മരിച്ചു എന്നുള്ള കാര്യം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരുന്നത്. ഇപ്പോൾ അതേ പോലീസ് തന്നെ ഇതാണ് രക്ഷപ്പെട്ടയാളുടെ ദൃശ്യങ്ങൾ കൂടി പുറത്തുവിടുകയാണ്. क्या भैया बता पैसेंजर अंदर से രക്ഷപ്പെട്ടയാളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതാണ് അഹമ്മദാബാദ് പോലീസ് ഇക്കാര്യം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങളാണിത്. 38 വയസ്സുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ആ ദൃശ്യവും അഹമ്മദാബാദ് പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അത്ഭുതകരമായ രക്ഷപ്പെടൽ കൂടി എയർ ഇന്ത്യയുടെ വിമാനം അപകടത്തിൽപ്പെട്ടപ്പോൾ, കത്തി അമർന്നപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. 11A സീറ്റിൽ ഉണ്ടായിരുന്നയാളാണ് ഇങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കൂടി കാണുന്നു. അദ്ദേഹം രക്ഷപ്പെട്ട് വെളിയിലേക്ക് വരുന്ന ദൃശ്യങ്ങളും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ദൃശ്യവും അല്പസമയത്തിനകം ആ ഫോട്ടോസും പുറത്തു വരും. അത് പുറത്തുവിട്ടിട്ടുണ്ട് ഇതിനകം തന്നെ അഹമ്മദാബാദ് പോലീസ്. ആ ദൃശ്യവുമുണ്ട്. ശ്രീ രഘുനാഥ് നായർ, അങ്ങനെ ഒരു അത്ഭുതകരമായ രക്ഷപ്പെടലും സംഭവിച്ചിട്ടുണ്ട്. വളരെ സന്തോഷകരം എന്ന് പറയാൻ പറ്റില്ല. 241 ജീവൻ പൊലിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൽ ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണെന്ന് വേണം പറയാനായിട്ട്. നമ്മൾ
പിന്നെ ഇതിന്റെ ക്രാഷിന്റെ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് മഞ്ജുഷ, ഒരു ടേക്ക് ഓഫ് റൺ